കോളനിയിലും പടക്കനത്തിലൊക്കെ ശക്തമായ മഴയെ തുടർന്ന് വെള്ളം കയറാൻ സാധ്യതയുള്ള അമരമ്പലം പഞ്ചായത്തിലെ പൊട്ടിക്കല്ല് മേഖലയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഗ്രാമപഞ്ചായത്തും റവന്യൂ വകുപ്പും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി അഫീഫയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രദേശം സന്ദർശിച്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. പൊട്ടിക്കല്ലിലെ വീടുകൾക്ക് സമീപത്ത് കൂടിയാണ് കോട്ടപ്പുഴ ഒഴുകുന്നത്. ശക്തമായ മഴയെ തുടർന്ന് കോട്ടപ്പുഴയിൽ വെള്ളം ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. രാത്രിയോടെ മഴ കനത്താൽ വീണ്ടും ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയേറെയാണ്. അങ്ങനെയെങ്കിൽ പുഴയോരത്തെ വീടുകളിലേക്ക് വെള്ളം കയറാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യം മുന്നിൽ കണ്ടാണ് പ്രദേശം സന്ദർശിച്ച് അധികൃതർ ഇവിടെ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. വെള്ളം ഉയരാൻ സാധ്യതയുള്ള തരത്തിൽ മഴ പെയ്താൽ സുരക്ഷിത സ്ഥലത്തേക്ക് മാറാനാണ് അധികൃതർ കുടുംബങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതേസമയം ബലക്ഷയം സംഭവിച്ച വീടുകളിൽ താമസിക്കുന്നവരോട് ഉടൻ തന്നെ ബന്ധുവീടുകളിലേക്ക് മാറാനും നിർദ്ദേശം നൽകി. ഏത് സാഹചര്യത്തിലും എന്താവശ്യങ്ങൾക്കും എപ്പോൾ വേണമെങ്കിലും പഞ്ചായത്തിനെയോ വില്ലേജ് അധികൃതരെയോ ബന്ധപ്പെടാമെന്നും എന്ത് സഹായവും എത്തിക്കാമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വി പി അഫീഫ, വില്ലേജ് ഓഫീസർ എൻ വി ഷിബു എന്നിവർ പറഞ്ഞു. നമ്മുടെ പ്രദേശത്ത് രാവിലെ മുതൽ നിൽക്കാതെ കനത്ത മഴ പെയ്യുന്ന സാഹചര്യമാണ്. നിലവിൽ നമ്മൾ പഞ്ചായത്തിൽ ക്യാമ്പ് തുറക്കേണ്ട ഒരു സാഹചര്യം ഇല്ലെങ്കിൽ പോലും നമ്മുടെ പൊട്ടിക്കല് ഭാഗങ്ങളിൽ കോട്ടപ്പുഴയോട് ചേർന്ന് താമസിക്കുന്ന ഭീഷണി ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന 5-6 വീടുകൾ വില്ലേജ് ഓഫീസർ അടക്കമുള്ള ആളുകൾ നേരിട്ട് സന്ദർശിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആളുകൾ ജാഗ്രത പാലിക്കണം. ഈ കാലവർഷത്തെ നേരിടാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് തലത്തിൽ 50ഓളം വരുന്ന ഒരു ERP ടീം നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഓരോ വാർഡിലും മെമ്പർ നേതൃത്വത്തിൽ 5 പേരടങ്ങുന്ന ഒരു RRT ടീമും ഉണ്ട്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം നമ്മൾ ഇന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്ത് തരത്തിലുള്ള അപകടങ്ങളും ഭീഷണികളും ഉണ്ടെങ്കിൽ ഈ ബന്ധപ്പെട്ട അധികാരികളെ ആളുകൾ യാതൊരു മടിയും കൂടാതെ അറിയിക്കണം. എന്നാൽ മാത്രം നമുക്ക് ഈ ഒരു രാത്രി മുതൽ അമരമ്പലം പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നല്ല രീതിയിൽ തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പുഴയോട് ചേർന്ന് താഴ്ന്നു കിടക്കുന്ന പ്രദേശങ്ങളിൽ ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രസിഡന്റും പഞ്ചായത്തിലെ മറ്റധികാരികളും അടങ്ങുന്ന സംഘം ഞങ്ങൾ കുട്ടികളുടെ ഭാഗത്ത് പുഴയോരങ്ങളിൽ പരിശോധന നടത്തുകയും ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചതിൽ 2 വീടുകൾ വളരെ ശോചനീയമായ അവസ്ഥയിൽ, വീടിൻ്റെ കാലപ്പഴക്കം കൊണ്ട് ശോചനീയമായ അവസ്ഥയിൽ നിൽക്കുന്നതും മഴ ചോർന്നടിക്കുന്ന രീതിയിൽ. ഇവരെ കൂടാതെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുട്ടത്ത് മുഹമ്മദ്, മെമ്പർമാരായ കെ ബിന്ദു, സലാം ചിനക്കൽ, അസിസ്റ്റന്റ് സെക്രട്ടറി ബി ശിവദാസൻ, ജയകൃഷ്ണൻ, അഭിലാഷ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് നൗ സ്വന്തം.